കേന്ദ്ര സർക്കാരിൻ്റെ വഖഫ് ഭേദഗതിയെക്കുറിച്ച് പറഞ്ഞപ്പോൾ കൂട്ടത്തിൽ നമ്മൾ പറഞ്ഞു വച്ചിരുന്നു, വഖഫിനെ കുറിച്ച് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. എൻ്റെ മുമ്പിലിരിക്കുന്ന മാന്യ ശ്രോതാക്കളേറെയും ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു പൊതുധാരണയുള്ളവരാണ്. പലരും വഖഫ് ചെയ്യുന്നവരാണ്. അൽഹംദുലില്ലാഹ്, നമ്മുടെ നല്ലതായ എല്ലാ സൽക്കർമ്മങ്ങളും അള്ളാഹു നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. മുഖദ്ദിമയിൽ ഓതി വെച്ചത്, നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ, നമുക്ക് വേണ്ടാത്തതല്ല, നമ്മൾ മാറ്റി നിർത്തിയിട്ട് ആവശ്യമില്ലാത്തതല്ല, ഏറ്റവും പ്രിയപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം നേടുകയില്ല. വമാ തുൻഫിഖൂ മിൻ ശൈഇൻ ഫഇന്നല്ലാഹ അലീം. നിങ്ങൾ ഏതൊരു വസ്തു ചെലവഴിച്ചാലും അത് അള്ളാഹു അതിനെപ്പറ്റി തീർച്ചയായും വളരെ നല്ലവണ്ണം അറിയുന്നു. അള്ളാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ചിട്ടുള്ളത് ഒരു സാമൂഹിക ജീവിയായിട്ടാണ്. സാമൂഹിക ജീവിതത്തിൻ്റെ വളരെ സുപ്രധാനമായ ഒരു വശമാണ് സമ്പത്ത് എന്ന് പറയുന്നത്. ഇസ്ലാമിൻ്റെ സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് നമ്മുടെ മനുഷ്യ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതേത് ഭാഗങ്ങളാണോ അവിടെയൊക്കെ ഇസ്ലാമിന് കൃത്യമായ ഒരു നിലപാടുണ്ട്. മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായിക്കൊണ്ട് ഇസ്ലാമിനെ സവിശേഷമാക്കുന്നതും ഈ ഒരു സാമൂഹികമായ പ്രസക്തിയാണ്. വെറും കേവലം ഒരു ആരാധന അനുഷ്ഠാനങ്ങൾ മാത്രം പറയുന്ന ഒരു മത സാമ്പ്രദായിക മതമല്ല ഇസ്ലാം. അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യന്റെ ഇഹപരമായ ജീവിത വിജയത്തിന് വേണ്ടി നൽകിയിട്ടുള്ള ജീവിത സന്ദേശമാണ്, മാർഗമാണ് ഇസ്ലാം. ഈ ഒരു അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇവിടുത്തെ സാമൂഹികമായ നമ്മുടെ ജീവിതശീലങ്ങളെ ഇസ്ലാം കൈകാര്യം ചെയ്യുന്നത്. ഈ ഒരു അടിസ്ഥാനത്തിൽ തന്നെ മനുഷ്യന്റെ സാമൂഹിക ജീവിതത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഭാഗമാണ് സമ്പത്ത്. ഇസ്ലാമിൻ്റെ സാമ്പത്തിക ഘടന എന്ന് പറയുന്നത് പരസ്പരമുള്ള നമ്മുടെ സംരക്ഷണത്തിന്റെ ദൈവികമായ ഒരു വലയമാണ്. മനസ്സിലായത്? നമ്മുടെ സംരക്ഷണത്തിന്റെ ദൈവികമായ അള്ളാഹുവിന്റെ ഇടപെടലാണ് എന്ന് ഇസ്ലാമിലെ ഓരോ സാമ്പത്തിക നിയമങ്ങളും അതിന്റെ വശങ്ങളും എടുത്ത് നമുക്ക് പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാക്കാൻ കഴിയും. ഒന്നാമതായിട്ട് സമ്പത്തിന്റെ ഉടമസ്ഥൻ അള്ളാഹുവാണ്. അള്ളാഹുവിന്റെ ഉടമസ്ഥതയിലുള്ള സമ്പത്തിനെ അവന്റെ പ്രതിനിധികളായ ഖലീഫത്തുല്ലാഹ്, അള്ളാഹുവിന്റെ പ്രതിനിധികളായ നമ്മളെ കൈകാര്യം ചെയ്യുവാൻ വേണ്ടിയിട്ടാണ് അള്ളാഹു ഇത് ഏൽപ്പിച്ചിട്ടുള്ളത്. എങ്ങനെ? വിവിധ വശങ്ങളിലൂടെയാണ്. നമ്മളത് സമ്പാദിക്കുന്നതും ചെലവാക്കുന്നതും എല്ലാം അതിനെ ബേസ് ചെയ്തുകൊണ്ടാണ്. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ലാ തസൂലു ഖദ്മ അബ്ദിൻ യൗമൽ ഖിയാമത്തി ഹത്താ യസ്അലു അൻ മാലിഹി മിൻ ഐനി ഇക്തസബ വഫീമാ ഫഖ. നാളെ മരിച്ചു കഴിഞ്ഞപ്പോൾ അള്ളാഹുവിന്റെ മുമ്പിൽ വിചാരണക്കിടെ നമ്മുടെ സമ്പാദന രീതികളെ പറ്റി, എങ്ങനെയാണ് നമ്മൾ സമ്പാദിച്ചത്, അള്ളാഹു നമുക്ക് നൽകിയ ആ സമ്പാദിച്ച ധനം നമ്മൾ എങ്ങനെയാണ് ചിലവഴിച്ചത് എന്ന് കൃത്യമായി അള്ളാഹുവിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്താതെ ഒരു അടി നമുക്ക് അങ്ങോട്ട് മുന്നോട്ട് വെക്കാൻ കഴിയുകയില്ല എന്ന് പറഞ്ഞാൽ മനസ്സിലായിട്ടുണ്ടാവും. നമ്മുടെ സമ്പത്ത് എന്ന് പറയുന്നത് നാളെ നമ്മുടെ ഇവിടത്തെ നമസ്കാരം പോലെ, സക്കാത്ത് പോലെ നമ്മൾ കൃത്യവും മുറതെറ്റാതെ ജീവിച്ചു കൊണ്ടിരിക്കുന്ന ആരാധന അനുഷ്ഠാനം പോലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഇസ്ലാമിലെ സമ്പത്ത് എന്ന് പറയുന്നത്.
നമ്മൾ സക്കാത്ത്, ഇസ്ലാമിലെ ഈ പരസ്പരമായ സാമൂഹിക സംരക്ഷണത്തിന്റെ ദൈവികമായ ഇടപെടൽ, സക്കാത്ത് അതിൽപ്പെട്ടതാണ്. നമ്മൾ മക്കൾക്കൊക്കെ കൊടുക്കുന്ന നമ്മുടെ മരണശേഷം നമ്മൾ കൈമാറുന്ന അനന്തര സ്വത്ത്, നമ്മുടെ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുമ്പോൾ വരനും, അതായത് വലിയും, ആരാണോ മകളെ കല്യാണം കഴിച്ചു കൊടുക്കുന്ന വലിയും മകളെ കല്യാണം കഴിക്കുന്ന വരനും തമ്മിലുള്ള കൈമാറ്റ കരാറിന്റെ അടിസ്ഥാനങ്ങളിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് എന്ത്? മഹർ എന്ന് പറയുന്നത്. വലിയൊരു ഒരു മൂല്യമാണ്, വാല്യൂ. അതുകൊണ്ടാണ് മഹർ കൊടുക്കുന്ന സാധനം വാല്യൂ ഉള്ളതായിരിക്കണം എന്ന് പറയുന്നത്. നമ്മൾ വാങ്ങുകയും കൊടുക്കുകയും ചെയ്യുന്ന ശമ്പളം, കൂലി, കച്ചവടത്തിലൂടെ ലഭിച്ചുകൊണ്ടിരിക്കുന്ന ലാഭം, ഇങ്ങനെ നമ്മുടെ സമ്പാദനത്തിനും ചിലവാക്കലിനും ഒക്കെ വ്യത്യസ്തങ്ങളായ മാർഗങ്ങൾ ഇസ്ലാം അനുവദിച്ചിട്ടുണ്ട്. ഇതുപോലെ തന്നെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള സാമ്പത്തികമായ വിനിമയമായ മാർഗമാണ് എന്ത്? വഖഫ് എന്ന് പറയുന്നത്. ഇത് ഈ അടിസ്ഥാനത്തിൽ നിന്ന് തന്നെ സമ്പത്തിന്റെ ദൈവികമായ വശം, നമ്മുടെ സ്വർഗ നരക പ്രവേശനവുമായി ബന്ധപ്പെട്ട അടിസ്ഥാന ഒരു ഉപാധിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒന്നാണ് സമ്പത്ത് എന്നുള്ളതും ആ സാമ്പത്തിന്റെ ക്രയവിക്രയ വിനിമയ ഇടപാടുകളിൽ ഒന്ന് മാത്രമാണ് വഖഫ് എന്നും നമ്മൾ പ്രാഥമികമായിട്ട് അടിസ്ഥാനപരമായിട്ട് നമ്മൾ മനസ്സിലാക്കി വെക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പ്രീതിയും സാമീപ്യവും ലക്ഷ്യം വെച്ചുകൊണ്ട് മൂലവസ്തുവിനെ നമ്മൾ എന്താണോ വഖഫ് ചെയ്യുന്നത് ആ മൂലവസ്തുവിനെ എല്ലാവിധ വിനിമയ മാർഗങ്ങളിൽ നിന്നും തടഞ്ഞു നിർത്തിക്കൊണ്ട് അതിൻ്റെ പ്രയോജനം പൊതുസമൂഹത്തിന്റെ നന്മക്കായിട്ട് ദാനം ചെയ്യുക. സദക്ക, നമ്മൾ ഇസ്ലാമിന്റെ തന്നെ മറ്റൊരു സാമ്പത്തിക വിനിമയ മാർഗമാണ് സക്കാത്ത് പോലെ തന്നെ. ഈ ഒരു ദാനം ചെയ്യലാണ് എന്നെന്നും നിലനിൽക്കണം. വഖഫ് എന്ന് പറഞ്ഞാൽ തീർന്നു പോകുന്നതല്ല. സദക്ക എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു പാത്രത്തിലെ കുറച്ച് ഭക്ഷണം നമ്മൾ സദക്ക ചെയ്യുന്നു. ആർക്കെങ്കിലും ഭക്ഷണം കഴിക്കുന്നതോടുകൂടി അത് തീർന്നു പോകും. ഒരു പഴം സദക്കയാണ്. അത് അഴിച്ചെടുത്ത് അതിന്റെ തൊലി ഉരിഞ്ഞ് കഴിക്കുന്നതോടുകൂടി അത് തീർന്നു പോകും. വഖഫ് എന്ന് പറയുന്നത് സദഖത്തുൻ ജാരിയ, അത് ഒരിക്കലും തീർന്നു പോകാത്ത എന്നെന്നും നിലനിൽക്കുന്ന സദഖയാണ്. വേണമെങ്കിൽ പാവപ്പെട്ട ഒരു വിഭാഗത്തിന് വേണ്ടിയിട്ട് എൻ്റെ നിലവിലുള്ള പഴത്തോട്ടം, എൻ്റെ കൃഷിയിൽ നിന്നും ഞാൻ എന്നും പഴം കൊടുത്തുകൊണ്ടിരിക്കുക എന്ന് തീരുമാനിക്കുന്നത് നിലനിൽക്കുന്ന സദഖത്തുൻ ജാരിയാണ്, വഖഫാണ്. നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഇദാ മാത ബിനു ആദമ ഇൻഖത അൻഹു അമലുഹു ഇല്ലാ മിൻ സലാസിൻ. ഒരാൾ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ 3 കാര്യങ്ങളല്ലാത്ത ബാക്കി എല്ലാം നമുക്ക് നഷ്ടപ്പെട്ടു പോകും. അതിൽ ഒന്നാണ്, ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് സദഖത്തുൻ ജാരിയ എന്ന് പറയുന്നത്. എന്താണോ ആ വസ്തുവിനെ നിലനിർത്തിയിട്ട് അതിൻ്റെ പ്രയോജനം, ആ പഴത്തോട്ടം നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ പ്രയോജനം, ആ പഴം എന്നും ആ ഫലം എന്നും ജനങ്ങൾക്ക് ലഭിച്ചു കൊണ്ടിരിക്കുക, താൽക്കാലികമല്ല എന്നർത്ഥം. ഈ അർത്ഥത്തിൽ ഭൂമി വേണമെങ്കിൽ നമുക്ക് വഖഫ് ചെയ്യാം. ആ ഭൂമിയിൽ വന്നിട്ട് കുറെ പാവങ്ങൾ വന്ന് ടെന്റ് കെട്ടി ജീവിച്ചു കൊള്ളട്ടെ. നമ്മുടെ തോട്ടങ്ങൾ, പഴങ്ങൾ, ഫലഭൂഷ്ടമായ തെങ്ങിൻ തോട്ടങ്ങൾ, ഫലവൃക്ഷങ്ങൾ, മൃഗങ്ങൾ വേണമെങ്കിൽ നമുക്ക് വഖഫ് ചെയ്യാം. ഈ മൃഗങ്ങൾ എന്നും എന്തായിരിക്കണം? ഏതൊരു കാര്യത്തിനാണോ യാത്ര ചെയ്യാൻ, ഇവിടെ പാവങ്ങളായ കുറെ ആളുകളുണ്ട്, കച്ചവടക്കാരുണ്ട്, അവർക്ക് സാധനങ്ങൾ കൊണ്ടുപോകാൻ വണ്ടിയില്ല. അവർ പണ്ടൊക്കെ ഈ കാളയും കുതിരയൊക്കെയാണല്ലോ വാഹനങ്ങൾ. ഞാൻ എൻ്റെ 10 കുതിരയെ എന്നും ഇവർക്ക് സാധനങ്ങൾ വാങ്ങാൻ മാർക്കറ്റിൽ പോയി ചരക്ക് കൊണ്ടുവരുന്നതിന് വേണ്ടി ഞാൻ ദാനം ചെയ്യുന്നു. ആ കുതിരയെ നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഫലം ഇവിടുത്തെ പാവങ്ങളായ ആളുകൾ ഉപയോഗിക്കുകയാണ്. എൻ്റെ കെട്ടിടം, ഒരു മുറി ഞാൻ വഖഫ് ചെയ്യുന്നു.
അതിന്റെ ലാഭം ഇവിടുത്തെ ദാനമാണ്, ഇവിടുത്തെ പാവങ്ങൾക്ക് അന്നമാണ്. ആ കടമുറി നിലനിൽക്കുന്നിടത്തോളം കാലം അതിങ്ങനെ ലഭിച്ചുകൊണ്ടേയിരിക്കുക. കിണർ, ഞാനൊരു കിണർ കുടിച്ച്, വെള്ളമില്ലാത്തവരിടത്ത് ഒരു കിണർ കുടിച്ചു കൊടുക്കുക, എന്നിട്ട് ആ കിണറിൽ നിന്ന് വെള്ളം എന്നും ആർക്കും സൗജന്യമായി ഉപയോഗപ്പെടുത്താൻ കഴിയുക. ആരാധനാലയങ്ങൾ വഖഫ് ചെയ്യുക. എല്ലാ ആരാധനാലയങ്ങളും ഇതുപോലെ വഖഫാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ കാലത്ത് ഖൈബറിൽ അദ്ദേഹത്തിന് ഒരു തോട്ടമുണ്ടായിരുന്നു. നല്ല ഫലഭൂയിഷ്ഠമായ തോട്ടമായിരുന്നു. ആ തോട്ടം ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ആഗ്രഹം. റസൂലിനോട് പറഞ്ഞു, റസൂലെ, ഞാനിത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഈ തോട്ടം ദാനം ചെയ്യാൻ ഉദ്ദേശിക്കുന്നു. ഇസ്ലാമിലെ ആദ്യത്തെ വഖഫ് അതാണ്. ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖൈബറിലെ തോട്ടം ദാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ആ തോട്ടം അവിടെ നിലനിൽക്കും. തോട്ടത്തിലെ ഫലങ്ങൾ എപ്പോഴും ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. മദീനയിൽ ജലക്ഷാമം വന്നപ്പോൾ ജൂതന്മാർക്കൊരു കിണറുണ്ടായിരുന്നു. ഒരു ഗ്ലാസ് വെള്ളത്തിന് ഇരട്ടി വില വാങ്ങിയിട്ടാണ് ജൂതൻ അത് വിറ്റുകൊണ്ടിരിക്കെ ഉസ്മാൻ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? അതിന്റെ മൂല്യവിലയേക്കാൾ ഇരട്ടി വില കൊടുത്തിട്ട് ആ കിണർ ഉസ്മാൻ റളിയല്ലാഹു അൻഹു സ്വന്തമാക്കി. എന്നിട്ട് ഇത് പൊതു കിണറായിട്ട് പ്രഖ്യാപിച്ചു. ഇവിടെയുള്ള ആർക്കും ഈ കിണറിൽ വന്നുകൊണ്ട് നിങ്ങൾക്ക് യഥേഷ്ടം വെള്ളം കുടിക്കാം, ദാഹം തീർക്കാം, നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് അതിന്റെ വെള്ളം ഉപയോഗിക്കാം. മുഖദ്ദിമയിൽ ഓതി വെച്ചത് സൂറത്തു ആലി ഇംറാനിലെ 92-ാമത്തെ ആയത്ത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നമ്മൾ പലപ്പോഴും കൊടുക്കാറുള്ളത് നമുക്ക് ബാക്കി വന്നതാണ്, ആവശ്യമില്ലാത്തതാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിൽ നിന്ന് നിങ്ങൾ ചെലവഴിക്കുവോളം നിങ്ങൾ പുണ്യം നേടുകയില്ല എന്ന് പറഞ്ഞ ആയത്തിറങ്ങിയപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബി അബൂ തൽഹ റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, പ്രവാചകരെ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ ബൈറൂഹ തോട്ടമുണ്ടല്ലോ, എനിക്ക് ഏറ്റവും കൂടുതൽ സമ്പത്ത് ലഭിക്കുന്ന തോട്ടമാണ്. ഞാനത് അല്ലാഹുവിന്റെ മാർഗത്തിൽ ഇവിടെയുള്ള പാവങ്ങൾക്ക് വേണ്ടി അതിന്റെ ഫലം ദാനം ചെയ്യുകയാണ്. എന്നുമെന്നും നമ്മൾ ഉംറക്കും ഹജ്ജിനുമൊക്കെ പോകുന്ന കൂട്ടത്തിൽ മദീനയിൽ ചെല്ലുമ്പോൾ നമുക്ക് കാണാം പ്രത്യേകമായ ഒരു ഏരിയ, ബൈറൂഹ തോട്ടം എന്ന് പറഞ്ഞിട്ട് ഒരു തോട്ടം തന്നെ. ഇപ്പൊ അതിന്റെ മുഴുവൻ ഇല്ല, ആ തോട്ടമൊക്കെ പിന്നീട് നശിച്ചു പോയിട്ടുണ്ട്. എങ്കിലും അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഇപ്പോഴും നിലനിർത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇതിന്റെ അർത്ഥം, അതിന്റെ പുണ്യം, നമ്മൾ ചെയ്യുന്ന ഒരു വാല്യൂ ആയിട്ടുള്ള മൂല്യമുള്ളൊരു സംഗതിയെ ജനങ്ങൾക്ക് ഉപകാരപ്രദമാറും നമ്മളത് ദാനം ചെയ്യുക. എത്ര കാലമാണോ ആ സംഗതി നിലനിൽക്കുക അത് അവർക്ക് ലഭിച്ചുകൊണ്ടേയിരിക്കും, നന്മ ലഭിച്ചുകൊണ്ടിരിക്കുക. നന്മ ലഭിക്കുക എന്നല്ല അതിന്റെ അർത്ഥം. നമ്മൾ നന്മ ചെയ്തു എന്നല്ല, നമ്മൾ നന്മയെ നട്ടു വളർത്തി. നമ്മൾ വളർത്തിയ നട്ട നന്മ നാം വിട്ട് അത് ഫലഭൂയിഷ്ടമായി അതിന്റെ ഫലങ്ങൾ ജനങ്ങൾ അനുഭവിച്ചറിയുക. മനസ്സിലായല്ലോ? ഇതാണ് വഖഫ് എന്ന് പറയുന്നത്. ഇതിന്റെ ഒരു മറുവശമുള്ളതെന്ന് ആലോചിച്ചു. നമ്മൾ ചെയ്യുന്ന ഒരു സംഗതി തിന്മയാവുകയും അതിന്റെ ദ്രോഹവും അതിന്റെ ദുരുപയോഗവും അതുകൊണ്ടുണ്ടാകുന്ന മുഴുവൻ പ്രയാസങ്ങളും ജനങ്ങൾ സഹിക്കേണ്ടി വന്നാൽ, ഇപ്പോ ആറ്റം സാന്ദർഭികമായിട്ട് പറയുന്ന ഒരു സംഗതിയാണ്. ഇപ്പോൾ ആറ്റം എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ, ഈ ആറ്റം ബോംബൊക്കെ ഉണ്ടാക്കിയ ആറ്റമിക് എനർജി, അതിന്റെ ഉപയോഗം വളരെ വലുതാണ്. ആ ആറ്റമിക് എനർജിയെ ജനോപകാരപ്രദമാക്കുന്നതിന് പകരം ജനദ്രോഹപരമായ ആറ്റം ബോംബ് ഉണ്ടാക്കുകയും അത് വർഷിച്ചതിന്റെയും ഉപദ്രവം നമ്മൾ എത്ര നാളായി. രണ്ടാം ലോക മഹായുദ്ധം മുതൽ അന്ന് അമേരിക്ക വർഷിച്ച, ജപ്പാനിൽ വർഷിച്ച ആ ബോംബിന്റെ ഉപദ്രവം ഇന്നും നമ്മൾ അനുഭവിക്കുന്നുവെങ്കിൽ അതിന്റെ കുറ്റവും ശിക്ഷയും എത്ര വലുതാണ്. അതുകൊണ്ടുണ്ടാകുന്ന ദ്രോഹം ജനങ്ങൾ സഹിക്കുവോളം അതിന്റെ കുറ്റവും പാപവും അത് ഉണ്ടാക്കിയ ആൾ വഹിക്കുന്നത് പോലെ
ഇതിന്റെ നേരെ മറുവശമാണ് എന്ത്? നമ്മൾ നട്ട് വളർത്തിയ ഒരു നന്മ ജനങ്ങൾ ഉപയോഗിക്കുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന ഗുണം. ഇതിന്റെ പ്രതിഫലം എന്ന് പറയുന്നത് റസൂൽ പല സന്ദർഭങ്ങളിൽ സാന്ദർഭികമായി പറയുമ്പോൾ അതിന്റെ അർത്ഥം ഇത് പ്രവചിക്കാനാകാത്തതാണ് എന്നാണ്. എന്നെന്നും ലഭിച്ചുകൊണ്ടിരിക്കുന്ന സദഖത്തുൽ ജാരിയ, മനുഷ്യൻ മരണപ്പെട്ടാൽ പോലും ജീവിച്ചിരിക്കുമ്പോൾ മാത്രമല്ല മനുഷ്യന് സൽക്കർമ്മം നേടാൻ കഴിയുക. അങ്ങനെയുണ്ടല്ലോ, നമ്മളൊരു സൽക്കർമ്മം, നമ്മളൊരു പ്രവൃത്തി ചെയ്യണമെങ്കിൽ നമ്മൾ ജീവിച്ചിരിക്കണമല്ലോ. നിങ്ങൾ മരിച്ചാൽ പോലും നിങ്ങളുടെ സൽക്കർമ്മം ഒരു നിരന്തരമായി അതിന്റെ നൈരന്തര്യം ഫോളോ, ഒരു തുടർച്ചയുണ്ടാകുവാനുള്ള ഒരു ഗുണമായി എന്നുമെങ്കിൽ അതിന്റെ പ്രതിഫലം എത്ര വലുതാണ്, എത്ര മനോഹരമാണ് എന്ന ഒരു ആശയം എത്ര സാമൂഹികപരമാണ്, എത്ര വികാസക്ഷമതയാണ്. നമ്മളൊന്ന് ആലോചിച്ചു, ഇത്ര വലിയ അതിൻ്റെയൊക്കെ നമ്മളൊക്കെ ആലോചിക്കേണ്ടത് ഇസ്ലാമിന്റെ ഒരു സാമ്പത്തിക സിദ്ധാന്തത്തെ സമർപ്പിക്കുമ്പോൾ സാമൂഹിക സുരക്ഷയ്ക്ക് വേണ്ടിയിട്ട് അത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട് നിഷ്കർഷ, അതിലെ സൂക്ഷ്മത, നമ്മുടെ കയ്യിലുള്ള ഒരു സാധനത്തിനെ ദോഷകരമായി നമ്മൾ ഉപയോഗപ്പെടുത്തുമ്പോൾ മനുഷ്യൻ ജീവിക്കുന്ന കാലത്തോളം അതിന്റെ ദ്രോഹം നമ്മൾ അനുഭവിക്കുമെങ്കിൽ ഇതിന്റെ ഇസ്ലാമിനെ പോലെയുള്ള മനുഷ്യ ജീവിതത്തിന്റെ രക്ഷയുടെ മാർഗം, സമാധാനത്തിന്റെ മാർഗം കാംക്ഷിക്കുന്ന ഒരു സാമ്പത്തിക വശം അത് നന്മയായി മാറണമെങ്കിൽ അതിന്റെ നന്മേച്ഛുക്കളായിരിക്കണം. ദുഷ്ട മനസ്സുകളാകരുത്, കുറ്റവാളികളും പാപപങ്കിലമായ ദുഷിച്ച മനസ്സുള്ളവരുമാകരുത്. ആറ്റമിക് എനർജിയെ ആറ്റം ബോംബ് ഉണ്ടാക്കാൻ ഉപയോഗിച്ചതുപോലെ ഇവിടുത്തെ ജനങ്ങൾക്ക് ദ്രോഹകരമായി മാറാൻ പാടില്ല നിങ്ങളുടെ കയ്യിലുള്ള മൂല്യം. അതുകൊണ്ടാണ് എന്ത് നിഷ്കർഷിച്ചത്? വഖഫ് ചെയ്യുന്നവൻ സൂക്ഷ്മതയുള്ളവനാകണം, വിശ്വാസമുള്ളവനാകണം. ആരോ വിശ്വാസം? ദൈവത്തെ, അള്ളാഹുവിനെ വിശ്വാസമുള്ളവനായി മാറണം. കാരണം ഇത് അള്ളാഹുവുമായി ബന്ധപ്പെട്ട ദൈവികമായ ബന്ധപ്പെട്ട ഒന്നാണ്. മനുഷ്യ സഹജമായ ദൗർബല്യങ്ങളാൽ സ്വാർത്ഥത കൈവരുമ്പോൾ ഇത്തരത്തിലുള്ള സംഗതികളുടെ വിനിമയം, സാമ്പത്തിക വിനിമയത്തിൽ ദുരുപയോഗങ്ങൾ വരും. ഇവിടുത്തെ മുഴുവൻ സാമ്പത്തിക ക്രമങ്ങളും മനുഷ്യനായി നിർമ്മിച്ച മുഴുവൻ സാമ്പത്തിക ചൂഷണ മാർഗങ്ങളും നിങ്ങളെടുത്ത് പരിശോധിച്ചു നോക്കിക്കോ. ഇന്നലെ മെയ് 1 തൊഴിലാളി ദിനം. ഇവിടുത്തെ മുതലാളി വർഗത്തിനെതിരെ തൊഴിലാളിയുടെ സുരക്ഷ ഉറപ്പാക്കുകയായിരുന്നു കമ്മ്യൂണിസം പോലെയുള്ള അന്നത്തെ പ്രസ്ഥാനങ്ങൾ. അന്നത്തെ രണ്ട് ധാരയായിരുന്നല്ലോ മുതലാളിത്ത പ്രസ്ഥാനവും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനവും. പക്ഷെ ഈ രണ്ട് പ്രസ്ഥാനങ്ങളുടെയും അടിത്തറ സമ്പത്തായിരുന്നു. ഒന്ന് സമ്പത്തിന്റെ ചൂഷണമായിരുന്നു, മുതലാളിമാരുടെ കയ്യിൽ മാത്രം കറങ്ങലായിരുന്നുവെങ്കിൽ മുതലാളിമാരെ മാറ്റി നിർത്തിയിട്ട് തൊഴിലാളിമാരിലേക്ക് സമ്പത്ത് വരുത്താൻ എന്ത് സാധിക്കുമെന്നുള്ള അന്വേഷണമായിരുന്നു കമ്മ്യൂണിസമെങ്കിൽ ഈ രണ്ട് ധാരകളും ജനങ്ങൾക്ക് ദ്രോഹമായി മാറിയത്, സമൂഹം തള്ളിക്കളഞ്ഞത്, സമൂഹത്തിന് ഉപകാരപ്പെടാതെ പോയത് സാമ്പത്തിക വശത്തിന്റെ മാനുഷികമായ ദൗർബല്യം കൊണ്ടായിരുന്നു. ഇവിടെയാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക വശത്തിന്റെ പ്രസക്തി നിലകൊള്ളുന്നത്. വഖഫിനെ മാത്രം വെച്ചുകൊണ്ട് അത് ജനങ്ങൾക്ക് ഉപകാരപ്രദമായി മാറണം. കമ്മ്യൂണിസം ഉണ്ടാക്കിയ സാമ്പത്തിക ഘടന നമുക്ക് ഉപകാരപ്പെട്ടില്ല. കമ്മ്യൂണിസം ഉണ്ടാക്കിയ സാമ്പത്തിക വശം മനുഷ്യന് ഉപകാരപ്പെട്ടില്ല. മനുഷ്യ സമൂഹത്തിന് പരിചയമില്ലാതിരുന്ന ഒരു കാലഘട്ടത്തിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്ന ഒരു സാമ്പത്തിക വശം അത് ഏതുമാകട്ടെ 1400 വർഷമായി ഇന്നും ജനങ്ങളുടെ ക്ഷേമത്തിനും വളർച്ചയ്ക്കും ഉപകാരപ്രദമായി നിലനിൽക്കുന്നുവെങ്കിൽ അത് സക്കാത്തായിക്കോട്ടെ, അനന്തരാവകാശ നിയമമായിക്കോട്ടെ, സ്വതന്ത്രയായിക്കൊള്ളട്ടെ, വഖഫായിക്കൊള്ളട്ടെ, എന്തും കടം കൊടുക്കൽ,
ഇസ്ലാം മതത്തിന്റെ സാമ്പത്തിക ക്രയവിക്രയ വിഷയത്തിന്റെ ഒരു അടിസ്ഥാനം കടം കൊടുക്കലാണല്ലോ. വിശുദ്ധ ഖുർആനിലെ ഏറ്റവും വലിയ ആയത്തെടുത്ത് നോക്കൂ. കടവുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംഗതിയെ ലോൺ. എന്താ മുതലാളിത്തത്തിന്റെ ലോൺ സിദ്ധാന്തം? പലിശയിലധിഷ്ഠിതമാണ്. ലോകം ഇന്ന് അനുഭവിക്കുന്ന ഏറ്റവും വലിയൊരു തിന്മ പലിശയാണ്. പലിശക്കണിയിൽ പെട്ടിട്ട് അതിൽ നിന്നും മോചിതനാകാൻ കഴിയാതെ വീണ്ടും വീണ്ടും ആ കുരുക്കിലേക്ക് അകപ്പെട്ടുകൊണ്ടിരിക്കെ മനുഷ്യന്റെ വിമോചനമാണ് ഇസ്ലാമിലെ സാമ്പത്തിക സിദ്ധാന്തമെങ്കിൽ അത് വഖഫിലൂടെ ജനങ്ങൾ അനുഭവിച്ചറിയുകയാണ്. വഖഫിലൂടെ മാത്രമല്ല, എല്ലാ മേൽപ്പറഞ്ഞിട്ടുള്ള എല്ലാ വശങ്ങളിലൂടെയും. അപ്പോൾ ഇസ്ലാം കാണുന്നത് മനുഷ്യന്റെ നന്മയാണ്. അതിൽ നിന്ന് അള്ളാഹുവിന്റെ പ്രീതിയിലേക്ക് നമ്മുടെ ആ ഒരു സൽപ്രവർത്തനങ്ങളിലൂടെ അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യം വെച്ചുകൊണ്ട് ജനക്ഷേമ തൽപരതയ്ക്ക് വേണ്ടി നമ്മൾ പ്രവർത്തിക്കുക. ഇതിൽ എല്ലാ മേഖലയിലുമുള്ള മനുഷ്യ സമൂഹവുമായി ബന്ധപ്പെട്ടിട്ട് ഏതേത് മേഖലകളുണ്ടോ അവിടെ പാവപ്പെട്ടവനുണ്ടോ, ദരിദ്രനുണ്ടോ, തൊഴിലാളിയുണ്ടോ. ഈ തൊഴിലാളിയൊക്കെ ഉണ്ടല്ലോ, നമ്മളൊക്കെ സാധാരണ അതിൻ്റെ നിസ്സാര വിഷയങ്ങളിൽ പോലുമുള്ള അതിൻ്റെ ഒരു കൃത്യത. വീട്ടിലൊക്കെ നമ്മൾ പണിയെടുക്കാൻ വേണ്ടിയിട്ട് സർവൻസിനെ വെക്കാറില്ല. സർവൻസിനെ വെക്കുമ്പോൾ പലപ്പോഴും അവരുടെയൊക്കെ കയ്യിൽ നിന്ന് പാത്രമൊക്കെ നിലത്തൊടഞ്ഞു പോകും. ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഉപയോഗിക്കുന്ന വസ്തുക്കൾ അവരുടെ കയ്യബദ്ധം കൊണ്ട് നഷ്ടപ്പെട്ട് നശിച്ചു പോകാറുണ്ട്. ഇസ്ലാമിലെ വഖഫ് സമ്പ്രദായം അനുസരിച്ച് അങ്ങനെ മുതലാളിക്ക് നഷ്ടം വരാതിരിക്കാൻ തൊഴിലാളികൾക്ക് സംരക്ഷണത്തിന് വേണ്ടി ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ വരെ നാട്ടിലെ ധനാഢ്യർ വഖഫ് ചെയ്യാറുണ്ട്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ പാത്രം, പ്ലേറ്റ് ഒക്കെ ഒരു വലിയ ധനാഢ്യൻ നമ്മുടെ വീട്ടുപകരണങ്ങൾ വഖഫ് ചെയ്തിട്ട് അതിന്റെ ഒരു കേന്ദ്രത്തിൽ വെച്ചേക്കുക. ഏതെങ്കിലും ഒരു വീട്ടുടമസ്ഥന് തന്റെ തൊഴിലാളിയെ കൊണ്ട് വീട്ടുപകരണങ്ങൾ നഷ്ടപ്പെട്ടാൽ അതിന്റെ പേരിൽ ആ തൊഴിലാളി ആക്ഷേപിക്കപ്പെടാൻ പാടില്ല. ഇതൊക്കെ ഞാൻ പറയുമ്പോഴും ഇന്നലെ ഒരു തൊഴിലാളി ദിനമാണ്. ഇവിടുത്തെ തൊഴിലാളികൾ എന്തു സുരക്ഷ നേടി എന്നൊക്കെ വേറെ നിങ്ങൾ ആലോചിക്കണോട്ടോ. തൊഴിലാളികളുമായി ബന്ധപ്പെട്ട് വേറെ തന്നെ പറയേണ്ടത് ഇൻഷാ അല്ലാഹ് പിന്നീട് എപ്പോഴെങ്കിലും അത് പറയാം. ഇവിടുത്തെ സ്ത്രീ സുരക്ഷ, ഭർത്താവുമായി പിണങ്ങി കഴിയേണ്ടി വരുന്ന, ചിലപ്പോൾ ത്വലാഖിലൊക്കെ 1, 2, 3 ത്വലാഖാണല്ലോ. ആദ്യ ത്വലാഖിൽ തന്നെ മാറി നിൽക്കുന്ന സ്ത്രീകൾ, അല്ലെങ്കിൽ ഭർത്താവുമായി പിണങ്ങി അവൾക്ക് പോയി നിൽക്കാൻ, മാറി നിൽക്കാൻ വീടില്ല, മനുഷ്യ സഹജമായ കാരണങ്ങളാൽ ഭർത്താവിൽ നിന്ന് അകന്നു നിൽക്കേണ്ടി വന്നു. അവൾക്ക് താമസിക്കാനുള്ള സൗകര്യമുള്ള വഖഫ് കേന്ദ്രങ്ങൾ ഇസ്ലാമിന്റെ ഖിലാഫത്തിന്റെ കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്നു. ഇതാണ് വഖഫ് എന്ന് പറയുന്നത്. നാട്ടിൽ അലഞ്ഞു തിരിഞ്ഞു നടക്കുന്ന മൃഗങ്ങൾ, വെള്ളമില്ല, അവർക്ക് മേയാൻ ഇടമില്ല, അവർ സുരക്ഷിതമല്ല. പ്രത്യേകം വേലി കെട്ടി തിരിച്ച ഭാഗങ്ങളിൽ അവർ സുരക്ഷയോടുകൂടി വെള്ളം കുടിച്ച് പുല്ല് മേഞ്ഞ് സ്വസ്ഥമായി കഴിയാനുള്ള വലിയ ഏക്കർ കണക്കിന് ഏരിയകൾ വഖഫ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷികൾക്ക് വെള്ളം കുടിക്കാൻ പറന്നു നടക്കുന്ന പക്ഷികൾ, അവർക്ക് ദാഹിക്കുമ്പോൾ, ഇപ്പൊ നമ്മളൊക്കെ പാത്രത്തൊക്കെ മുറ്റത്ത് വെള്ളം വെക്കണ മാതിരി ഇതിനു വേണ്ടി പ്രത്യേകമായ സൗകര്യം ചെയ്ത ഇടങ്ങൾ വഖഫായി നൽകുന്നു. മനുഷ്യൻ മാത്രമല്ല ഇസ്ലാമിന്റെ ഗുണഭോക്താവ്. ഇസ്ലാമിന്റെ കാരുണ്യത്തിന്റെ, അതിന്റെ വികാസത്തിന്റെ, അതിന്റെ ആ ഒരു ഡെവലപ്മെന്റ് അല്ലേ, നമ്മൾ വികസിത ജനത എന്ന് പറയാറില്ലേ? വികസിത ജനത എന്താ? ഈ വികസിത ജനത എന്ന് പറഞ്ഞാൽ ജനക്ഷേമ താല്പര്യങ്ങൾ നടക്കുന്ന ഒരു സംവിധാനം എന്നാണ്. പേരുകൾക്കപ്പുറം ഏതെങ്കിലും മനുഷ്യനിർമ്മിതമായ വ്യവസ്ഥകൾ മനുഷ്യന്റെ ഏതെങ്കിലും പ്രശ്നങ്ങൾക്ക് അടിസ്ഥാന പരിഹാരം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? വളരെ നിസ്സാരമായ വിഷയങ്ങളിൽ തൊട്ടുകൊണ്ട് നിങ്ങൾ അന്വേഷിച്ചു നോക്കൂ. ഇസ്ലാമിന്റെ ഈ ഒരു ഇടം മനുഷ്യന് സ്വസ്ഥമായി മാറാൻ ജാഹിലിയ കാലഘട്ടത്തിലെ ജനങ്ങൾക്കറിയാത്ത ഒന്നിനെ പ്രവാചകന്റെ കാലഘട്ടം മുതൽ തുടങ്ങി
ഇന്നിപ്പോൾ നമ്മൾ ഇവിടെയൊക്കെ ഉപയോഗിക്കുന്ന ചാരിറ്റി സംവിധാനങ്ങളുടെ ട്രസ്റ്റ് സംവിധാനം ഇസ്ലാമിലെ വഖഫിൽ നിന്ന് വികാസം പ്രാപിച്ചതാണ്. ഇസ്ലാമേതര സമൂഹം പോലും വലിയ ട്രസ്റ്റുകളായി രൂപാന്തരം ചെയ്യപ്പെട്ട രജിസ്റ്റേർഡ് ട്രസ്റ്റുകൾ. ജനങ്ങൾ ഇതിൽ നിന്ന് ഉപകാരപ്പെടുകയാണ്. ഇസ്ലാമിന്റെ ഈ വഖഫ് സംവിധാനങ്ങൾക്കും മനുഷ്യൻ, അവിടെ ജാതി മതങ്ങൾക്ക് അതീതമായി മനുഷ്യനാണ് ഇസ്ലാമിന്റെ ഉന്നം. ഇസ്ലാമിന്റെ ഇങ്ങനെ മനുഷ്യ സമൂഹത്തിന്റെ നന്മ ഉൾക്കൊണ്ടുകൊണ്ട് പ്രവാചകന്റെ കാലഘട്ടം മുതൽ എവിടെയൊക്കെ മുസ്ലിങ്ങൾ ഉണ്ടോ അവിടെയെല്ലാം മുസ്ലിങ്ങൾ ഉള്ളിടത്തോളം കാലം വഖഫ് നിലനിൽക്കും. അത് പള്ളി മാത്രമല്ല, മദ്രസ മാത്രമല്ല, മനുഷ്യന്റെ ജീവിതവുമായി ബന്ധപ്പെട്ട് ഏതേത് മേഖലകളിലേക്കാണോ അതത് മേഖലകളിലേക്കാണ്. ഓരോ ഖിലാഫത്തുകൾ മാറി വന്നപ്പോഴും അവരുടെ രാഷ്ട്രീയപരമായ കാഴ്ചപ്പാടുകൾക്ക് ഖിലാഫത്തും മുലൂക്കിയത്തും ഏറ്റുമുട്ടിയ ഇസ്ലാമിന്റെ രാഷ്ട്രീയ വിഷയങ്ങളിൽ പ്രയാസങ്ങൾ ഉണ്ടായപ്പോഴും വഖഫിന്റെ ദാനധർമ്മങ്ങളുടെ വിഷയങ്ങളിൽ നമ്മൾ സഹിഷ്ണുതയുള്ളവരായിരുന്നു, അസഹിഷ്ണുതയുള്ളവരായിരുന്നില്ല. ചരിത്രങ്ങൾ എടുത്ത് പരിശോധിച്ചു നോക്കാം. ഉമവി ഭരണം, ഉസ്മാനി ഭരണം, അതുപോലെ തന്നെ അബ്ബാസി ഭരണം, ഇങ്ങനെ ഏതേത് കാലഘട്ടത്തിലായാലും നമ്മുടെ പ്രയാസങ്ങൾ കണ്ടറിഞ്ഞ് മനുഷ്യന്റെ വികാസം, മനുഷ്യന്റെ ക്ഷേമം മുൻനിർത്തിക്കൊണ്ട് നമ്മൾ വഖഫിന് വലിയ പ്രാധാന്യം നൽകപ്പെട്ടു. കാലക്രമേണ ഇസ്ലാമിലെ ഖിലാഫത്ത് അത് മുലൂക്കിയത്തിലേക്ക് വഴിമാറി. മുലൂക്കിയത്ത് നമുക്ക് നഷ്ടപ്പെട്ടു. ഒരുപാട് വഖഫ് സ്വത്തുക്കൾ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് ലഭിച്ചു. നമ്മുടെ മുലൂക്കിയത്ത്, നമ്മുടെ അധികാരം നമുക്ക് നഷ്ടപ്പെട്ടപ്പോൾ അവിടെ കയ്യേറ്റങ്ങൾ നടന്നു. ഇന്ത്യയിൽ പോലും ഏക്കർ കണക്കിന്, ഡൽഹി മുഴുവൻ വഖഫാണ് എന്ന് പറയാം. നമ്മൾ സാധാരണ വിചാരിച്ചേക്കുന്നത് വഖഫ് എന്ന് പറഞ്ഞാൽ വഖഫ് ബോർഡിന്റെ സ്വത്താണെന്നാണ്. അല്ല, ഈ സ്വത്തിനെ കൈകാര്യം ചെയ്യാൻ, അത് എങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന ഒരു ബോഡി മാത്രമാണ് ഈ വഖഫ് ബോർഡ് എന്ന് പറയുന്നത്. ആരാണ് വഖഫ് നൽകിയത്? ഇവിടുത്തെ രാജാക്കന്മാര്, ഇവിടെ കുറെ സുൽത്താൻമാർ ഭരിച്ചിരുന്നുവല്ലോ. അവരിവിടത്തേക്ക് മുതലൊക്കെ കൊള്ളയടിച്ച് അവർ നമ്മുടെ പേരിലാക്കി മാറ്റി എഴുതി തന്നതാണോ വഖഫ്? അല്ല. ഇവിടുത്തെ സുൽത്താൻമാർ, ഇവിടെ ഭരിച്ച, ഇന്ത്യ ഭരിച്ച 800 വർഷക്കാലം ഇന്ത്യ ഭരിച്ച മുഗളൻ മുസ്ലിം ഭരണാധികാരികളുടെ സംഭാവനയുമല്ല വഖഫ്. അങ്ങനെയും ഒരു തെറ്റിദ്ധാരണ. സമ്പന്നരായ വിശ്വാസികളായി ഇവിടുത്തെ സാധാരണക്കാർ ഇന്ത്യയിൽ അവരുടെ സ്വത്തിൽ നിന്ന്, സമ്പന്നതയിൽ നിന്ന്, സമ്പത്തിൽ നിന്ന് നല്ലൊരു ശതമാനം അള്ളാഹുവിന്റെ പ്രീതി ലക്ഷ്യമാക്കി നൽകുകയായിരുന്നു. അത് കോടാനുകോടി ഏക്കറുകൾ ഉണ്ടായിരുന്നു, കോടാനുകോടി വിലമതിക്കുന്ന മുതലുകളായിരുന്നു. കാലക്രമേണ അത് കയ്യേറ്റം ചെയ്യപ്പെട്ടു. ഡൽഹിയിലേക്ക് ഏറ്റവും ആ പീക്ക് പോയിന്റുകൾ, മർമ്മസ്ഥലങ്ങൾ, ഇന്ന് വലിയ വലിയ ഹോട്ടലുകളൊക്കെ ഡൽഹിയിലെ ഇരിക്കുന്ന പലതും ഇവിടുത്തെ വലിയ കുത്തക മുതലാളിമാരുടെ കയ്യിലിരിക്കുന്നത് വഖഫ് സ്വത്തുകൾ കയ്യേറിയതാണ്. സർക്കാരിന്റെ കയ്യിലിരിക്കുന്നത് പലതും വഖഫ് സ്വത്തുകളാണ്. പക്ഷേ അത് പിടിച്ചെടുക്കാൻ, തിരിച്ചെടുക്കാനുള്ള നിയമത്തിന്റെ ദൗർബല്യം, ഇതാണ് നമ്മളിപ്പോൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ പ്രശ്നം. സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ 1913 മുതൽ വഖഫ് നമ്മുടെ മുതലുകൾ ഇങ്ങനെ കയ്യേറിക്കൊണ്ടിരുന്നപ്പോൾ 1913 ബ്രിട്ടീഷുകാരുടെ ഭരിക്കുമ്പോൾ തന്നെ വഖഫ് ആക്ടുകൾ ഉണ്ടായിരുന്നു. 1913 ഉണ്ടായിരുന്നു, 1923 ഉണ്ടായിരുന്നു, 1954 കൂടി 47 ശേഷം 54 പരിഷ്കരിക്കപ്പെട്ട വഖഫ് നിയമങ്ങൾ വന്നു. 1995 വന്നു. ഇതൊക്കെ കയ്യേറിപ്പോയ മുസ്ലിം സ്വത്തുക്കൾ മുസ്ലിങ്ങൾക്ക് ലഭിക്കാനുള്ള അന്വേഷണമായിരുന്നു.
ഈ മുഴുവൻ പരിഷ്കാരങ്ങളും. പക്ഷേ 2024 ഈ പുതിയ ഭേദഗതി മുസ്ലിം സമൂഹത്തിന്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ വഖഫ് സ്വത്തുകൾ അത് മുസ്ലിങ്ങൾക്ക് ലഭിക്കുക എന്നുള്ളതല്ല. ആരുടെ പേരിലാണോ? സർക്കാരിന്റെ പേരിലാണോ? ഇവിടുത്തെ ഫാസിസ്റ്റ് ശക്തികൾക്ക് അനുകൂലമായ രീതിയിൽ ഈ സ്വത്തുക്കളെ എങ്ങനെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് മുസ്ലിമിന്റെ അടിസ്ഥാനം, അസ്തിത്വം എങ്ങനെ തകർക്കാമെന്ന ആലോചനയുടെ ഫലമായി ഉണ്ടായ ഭേദഗതിയാണ് ഇപ്പോൾ ഇവിടെ നമ്മൾ ചർച്ച ചെയ്യുന്ന 2024 വഖഫ് ആക്ട്. അവിടെ മുസ്ലിമിന്റെ വഖഫ് ബോർഡ്, ഞാൻ പറഞ്ഞു, അവിടെ വഖഫ് ബോർഡുകളാണ് അന്വേഷിക്കുന്നത്. അതിനുവേണ്ടി പ്രത്യേക ട്രൈബ്യൂണൽ, ആ ട്രൈബ്യൂണലിന്റെ തീരുമാനമനുസരിച്ച് നമുക്ക് കിട്ടണം. പക്ഷെ പുതിയ തീരുമാനമനുസരിച്ച് സർക്കാർ നിയമിക്കുന്ന ഉദ്യോഗസ്ഥൻ കളക്ടർ, 2024 ഭേദഗതി, കളക്ടറായിരിക്കും തീരുമാനം. കളക്ടർ ആർക്കാണ് തീരുമാനിക്കുക? സർക്കാരിന് അനുകൂലമായിരിക്കും. തൽക്കാലം സർക്കാർ ഭൂമി അത് സർക്കാരിന്റെ ഇടത്ത് തന്നെ നിൽക്കട്ടെ, അതവർക്ക് തിരിച്ചു കൊടുക്കേണ്ടതല്ല. അതല്ലെങ്കിൽ ഏതെങ്കിലും ഇവിടുത്തെ കുത്തക മുതലാളിയുടെ പഞ്ചനക്ഷത്ര ഹോട്ടലുകൾ, പല ഈ ടാജ് പോലെയൊക്കെയുള്ള പല ഹോട്ടലുകളും വഖഫ് ഭൂമിയിൽ നിന്ന് കയ്യേറിയതാണ് എന്നാണ്. തൽക്കാലം അവിടെ നിൽക്കട്ടെ. അതിന്റെ ആധാരങ്ങൾ എവിടെ? ഈ ആധാര സമ്പ്രദായവും ഡോക്യുമെന്റേഷനൊക്കെ ഇവിടെ എത്ര നാളായി വരാൻ തുടങ്ങിയിട്ട്? വളരെ കുറഞ്ഞ നാളുകളിലല്ലേ ആയുള്ളൂ. പഴയ രാജഭരണക്കാലത്തും അതിനു മുമ്പൊക്കെ അങ്ങനെ ഒരു ആധാര ഡോക്യുമെന്റേഷൻ സമ്പ്രദായം ഉണ്ടോ? വളരെ കുറഞ്ഞ നാളുകളെ ആയിട്ടുള്ളൂ. ഇതിനു മുമ്പുള്ള നമ്മുടെ ഡോക്യുമെന്റേഷൻ, നമ്മുടെ അധികാരം, നമ്മുടെ സ്വത്ത്, ഇതിന്റെ ഉടമസ്ഥത തെളിയിക്കാൻ നമുക്കാവാത്തത് കൊണ്ട് അത് സർക്കാർ ഇച്ഛിക്കുന്ന പോലെ ആകട്ടെ എന്ന് ഈ കളക്ടർ തീരുമാനിക്കുകയും മുസ്ലിം സമൂഹത്തിൽ നിന്ന് ആ സ്വത്ത് നഷ്ടപ്പെട്ടു പോവുകയും ചെയ്യും. പേര് തന്നെ മാറിയില്ലോ, വഖഫിന്റെ പേര് തന്നെ മാറിയില്ല. എന്താണ്? യൂണിഫൈഡ് വഖഫ് മാനേജ്മെന്റ് എംപവർമെന്റ് എഫിഷ്യൻസി ആൻഡ് ഡെവലപ്മെന്റ് ആക്ട് എന്നാക്കി കളഞ്ഞു. ഇതിന്റെ ഓരോ പദാവലികളിലും ഇവർക്ക് അനുസൃതമായ കാര്യങ്ങളുണ്ട്. എന്താണ്? പ്രാക്ടീസിങ് മുസ്ലിങ്ങൾ എന്ന് കേട്ടില്ലേ? 5 വർഷമെങ്കിലും മുസ്ലിമായിരിക്കണം, അവനെ വഖഫ് ചെയ്യാൻ പറ്റൂ. ഒരാൾ ഇസ്ലാം സ്വീകരിച്ചു, അയാളുടെ കയ്യിൽ സ്വത്തുണ്ട്, നാളെ അങ്ങോട്ട് കൊടുക്കണം എന്ന് വെച്ചാൽ നടക്കൂല. ഇങ്ങനെ ഒരുപാട് സങ്കീർണമാക്കിക്കൊണ്ട് ഒരു ക്ഷേമ സംവിധാനത്തെ തടയുക വഴി മുസ്ലിം വംശീയ ഉന്മൂലനം ഇതിലൂടെ സാധ്യമാകുമെന്ന് ഇവിടത്തെ ഫാസിസ്റ്റ് ഭരണകൂടം മനസ്സിലാക്കും. ഇത്രയുമാണ് ഈ വിഷയത്തെക്കുറിച്ച് ഈ പരിമിതമായ സന്ദർഭത്തിൽ നിന്ന് ബോധ്യപ്പെടുത്തുവാനുള്ളത്.